ഇടതു നിരീക്ഷകൻ സ്ഥാനം രാജിവെച്ചെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി അഡ്വക്കേറ്റ് BN ഹസ്കർ. ശ്വാസം നിലയ്ക്കും വരെ പാർട്ടിക്കാരനായിരിക്കുമെന്നും ഇടതു നിരീക്ഷകൻ എന്ന പദവി രാജിവെക്കുകയാണെന്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നത് ആക്ഷേപം കലർന്ന ഹാസ്യമാണെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ വിശദീകരിച്ചു. ചാനൽ ചർച്ചകളും രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. ആധ്വാനത്തെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ആക്ഷേപിക്കുന്നത് ശരിയല്ല. നിരീക്ഷകർ പാർട്ടിക്ക് പുറത്താണോ അകത്താണോ ഏത് ഘടകത്തിലാണ് എന്ന വി വസീഫിന്റെ ചോദ്യം അരാഷ്ട്രീയമാണ്. ശ്വാസം നിലയ്ക്കും വരെ പാർട്ടിക്കാരനായിരിക്കുമെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ വ്യക്തമാക്കി. ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളി നടേശനെയും വിമർശിച്ചതിന് CPM ഹസ്കറിന് താക്കീത് നൽകിയിരുന്നു. പാർട്ടി ശാസനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായ പരിഹാസവുമായി ഹസ്കർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇടതു നിരീക്ഷകൻ എന്ന സ്ഥാനം രാജിവെച്ചു. തന്റെ സുരക്ഷയ്ക്കായി പാർട്ടി നൽകിയിരുന്ന ഗൺമാനെ തിരിച്ചേൽപ്പിച്ചു. ശാസന കേട്ടതോടെ താൻ വല്ലാതെ പേടിച്ചു പോയെന്ന് എല്ലാവരോടും പറഞ്ഞേക്കണമെന്നായിരുന്നു പരിഹാസം. രാഷ്ട്രീയ നിരീക്ഷണ രംഗത്ത് നിന്ന് പിന്മാറില്ലെന്നും എന്നാൽ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലാകും ചർച്ചകളിൽ പങ്കെടുക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: രാജിവെച്ചു. സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടതു നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്നുവരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നതുകൊണ്ട് ഞാനിനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ. മുഖ്യമന്ത്രിയെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് BN ഹസ്കർ വിമർശിച്ചിരുന്നു. ഇത് CPMനെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നായിരുന്നു നിർദ്ദേശം. ഇതിന് പിന്നാലെയാണ് പാർട്ടി നിലപാടുകളെ പ്രതിരോധിക്കുന്ന നിരീക്ഷകന്റെ റോളിൽ നിന്ന് മാറുന്നുവെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് ഹസ്കറിന് CPM മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൊല്ലം ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദാണ് ഹസ്കറിന് നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ഹസ്കർ ചാനൽ ചർച്ചയിൽ വിമർശിച്ചതാണ് CPM നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മനോരമ ന്യൂസിലെ കൗണ്ടർ പോയിന്റ് ചർച്ചയിലായിരുന്നു പരാമർശം. അതേസമയം താൻ പറഞ്ഞത് CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടെന്നും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും ഹസ്കർ തിരിച്ചടിച്ചു. പാർട്ടി ലൈനിൽ പോകണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടെന്നും ഹസ്കർ സമ്മതിച്ചു. തനിക്കെതിരെ നടപടിയെടുത്താൽ AK ബാലനും രാജു എബ്രാഹാമും നടപടിക്ക് അർഹരാണെന്നും ഹസ്കർ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി ലൈനിൽ നിന്ന് മാറി ഒന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് തന്നെയാണ് താൻ ചർച്ചയിൽ പറഞ്ഞത്. ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്ന് പാർട്ടി നിർദ്ദേശമുണ്ട്. ഇടതു നിരീക്ഷകൻ എന്ന ലേബലാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതെന്നും അഡ്വക്കേറ്റ് BN ഹസ്കർ പ്രതികരിച്ചിരുന്നു.